ജമ്മുകശ്മീരിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 3 ഭീകരരെ സൈന്യം വധിച്ചു. ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും സംയുക്തമായാണ് തെരച്ചിലിന് എത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനമേഖലയിലെ ഒരു ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെഎം സംഘടനയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യം വധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 3:30ഓടെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നത്. ഭീകരരുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തിരച്ചിലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരർ. അങ്ങനെയാണ് 3 സൈനികർക്ക് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുമുണ്ട്. ഇന്നലെ തന്നെ വെടിവെപ്പിൽ 4 ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ 3 ജവാന്മാരും ഇപ്പോൾ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 ഭീകരരെ വധിച്ചിട്ടുമുണ്ട്. ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യം, ഇന്ന് ജമ്മു കാശ്മീരിലടക്കം ഇലക്ഷൻ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെഗാ റാലി അഭിസംബോധന ചെയ്ത് ഇന്ന് ജമ്മു കാശ്മീർ ദോഡ ജില്ലയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ജമ്മു കാശ്മീരിൽ ഇത്തരം ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറച്ചുകൂടി രാഷ്ട്രീയമായി കാണുകയാണ് കോൺഗ്രസ്. BJP സർക്കാരിന് അധികാരത്തിലെത്തിയിട്ട് ഭീകരരെ വധിക്കുന്നതിൽ അല്ലെങ്കിൽ അക്രമത്തെ തടയുന്നതിൽ BJP സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള ഒരു 2-3 മാസത്തെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായി ഭീകരരുടെ ആക്രമണം നേരിടുന്നുണ്ട്. ജവാന്മാർ വീരമൃത്യു വരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരരെ വധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ താഴ്വാര മേഖലയിൽ നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചുകൂടി രാഷ്ട്രീയമായി കാണുകയാണ് കോൺഗ്രസ്. എന്തായാലും 3 ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 ഭീകരരെ വധിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ആര്യ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജമ്മു